പൊളിച്ചെടുത്തേ ട്രാക്ക് പറ്റിയാലോ? അപ്പൊ എന്തുകൊണ്ടാ എല്ലാത്തിലും അവനിക്ക് സ്ത്രീ വേഷം കൊടുക്കുന്നത്? ഞാൻ ഒരു കുലസ്ത്രീ കാണുന്നു. കുലസ്ത്രീയോ? കൊലയല്ല, കുല. ഏറ്റവും വലിയ കോഴി ഓക്കെ. റാഗിങ്ങിന്നല്ലേ പരിചയപ്പെടുന്നു? എന്തായിരുന്നു റാഗിങ്? എങ്ങനെയായിരുന്നു? അതെ, പാട്ട് പറഞ്ഞു. പാട്ട് പഠിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇൻസ്റ്റഗ്രാം അല്ല വാട്സ്ആപ്പ് നമ്പർ വാങ്ങിച്ചു. ഫസ്റ്റ് വന്ന മെസ്സേജ് എന്തായിരുന്നു? അല്ലേ? അതെല്ലാരും പറയുന്നത് കാണുമ്പോ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോ ഞങ്ങൾ വിചാരിക്കും വലിയൊരാളാണെന്ന്. ചേട്ടനും ചേച്ചി തമ്മിൽ ലവ് ആണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ ഇവൾക്കില്ല. ഇത്രയും നാൾ സാറിന്റെ ഒപ്പം നല്ല രീതിക്ക് കൂടി ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു സപ്പോർട്ട് കെയറിങ് എല്ലാം ഞാൻ ലൈഫിലും പ്രതീക്ഷിച്ചോട്ടെ. എന്നും ഒരു താങ്ങും തണലായി ഞാൻ ഉണ്ടാവും. ഒന്ന് കണ്ടോട്ടെ ഞാൻ, തൊട്ടോട്ടെ ഞാൻ, ഡാഷിൽ തൊട്ടോട്ടെ ഞാൻ. വീഡിയോയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരാളല്ല, രണ്ടുപേരല്ല, ഒരു വലിയ ടീമാണ്. ഞാൻ വിചാരിച്ച എൻ്റെ ഇന്റർവ്യൂട്ട് ഒരു ട്രാക്ക് അങ്ങ് മാറ്റാന്ന്. പൊളിച്ചെടുത്തേ ട്രാക്ക് പറ്റിയാലോ? വെൽക്കം. ഹലോ. ഓക്കെ, ഒരുപാട് പേരുണ്ട് ഇന്ന് നമ്മുടെ കൂടെ. അപ്പൊ നമുക്ക് ആദ്യം നിങ്ങളുടെ പേരിൽ നിന്ന് തുടങ്ങാം. പൊളിച്ചെടുത്ത പൊളിശരത്ത്, അനന്തു, നവ്യ, കാളിദാസ്, കാളിദാസ് ജയറാമിന്റെ അരുൺ, ആദി, അഭിരാം, കൃഷ്ണപ്രസാദ്. ഇവ വന്നപ്പോ എന്നോട് പറഞ്ഞു KP എന്ന് വിളിച്ചാൽ മതി. KP കുഞ്ഞിക്കണ്ണൻ, വെൽക്കം ടു ദ ഷോ. ഓക്കെ, പൊളിശരത്ത് ആൻഡ് ടീം, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഇടുന്ന വീഡിയോസ് ഒക്കെ മില്യൺസും ലക്ഷങ്ങളും. എങ്ങനെ ഇത് സാധിക്കുന്നു? ചക്കിട്ട് മൊയിലത്തു എല്ലാ പ്രാവശ്യവും. അതേത് പ്ലാവിനാ നീ ചക്കിടുന്നത്? വീടിനടുത്താ. നിങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന പ്ലാവാണോ? അവന്റെ അച്ഛന്റെ. നിന്റെ അച്ഛന്റെ പ്ലാവിന്റെ അവന്റെ അച്ഛന് വിത്തില്ല. ഒരുപാട് വീഡിയോസ് വൈറലാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നമുക്കത് കണ്ടിട്ട് പരിപാടികൾ തുടങ്ങാം. കഴിഞ്ഞിട്ട് ചെറിയൊരു വെള്ളടി പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഒന്നും കൂടി പ്രപ്പോസ് ചെയ്തു. അവളുടെ ഒരു ഗിത്താറുണ്ട്, അവൾ ആരെക്കൊണ്ട് തൊടിക്കാത്ത അത്ര വാല്യൂബിളായ സാധനങ്ങൾക്ക് അതെനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാൻ ആ വെള്ളടിച്ചിങ്ങനെ മൂടില് ഇഷ്ടമല്ലാതെ ഞാൻ പിന്നെ പറഞ്ഞു. ഞാൻ ആ ഗിത്താർ കൊടുത്തില്ല. ഗിത്താർ ഞാൻ എന്താ ചെമ്പിളിയൊക്കെ ഉണ്ടാക്കി മറ്റേ വള്ളി ഉണ്ടല്ലോ ഗിത്താറിന്റെ കുട്ടിപ്പോയി. കേവലം 2 ദിവസം കണ്ടില്ല. അപ്പോൾ എനിക്ക് ഇത്തിരി മറ്റേ മിസ്സിംഗ് ഫീൽഡൊക്കെ വന്ന് പിന്നെ ഇവളുടെ ക്യാമ്പിലോട്ട് പോകണമെങ്കിൽ ഇത്തിരി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോയി അവളെ കണ്ട് പുള്ളിക്കാര് വിരിഞ്ഞ് നിൽക്കുക. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ മേശപ്പുറത്ത് ഇങ്ങനെ പുതിയ പുതിയ തോക്കും സാധനങ്ങളൊക്കെ കമ്പിങ്ങനെ വെച്ചേക്കാം. ഒരു ആക്സിഡന്റിൽ ഒരു പുള്ളറ്റ് നട്ട് നെറ്റിയുമ്പോൾ തന്നെ ഒരു പുള്ളറ്റ് അങ്ങനെ പുള്ളിക്കാരി മരിച്ചു. നമ്മളെ ലോകം മൊത്തം ബിഗ് ബോസും പല ആൾക്കാരും നമ്മൾ ഒരുപാട് പേര് തേടി നടന്ന ആ ഒരു സന അത് അവിടെയാണ്. എന്തായിരുന്നു ഈ ഒരു ക്യാരക്ടർ അഭിനയിച്ചപ്പോ തോന്നിയത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പെണ്ണായി ഇവിടെ മിക്ക വീഡിയോസിലും പെണ്ണാവുന്നുണ്ട്. സ്ഥിരമായിട്ട് എന്തുകൊണ്ടാ താങ്കളെ മാത്രം ഇങ്ങനെ ഒരു പെണ്ണാക്കുന്നത്? അത് ഇവർക്കാർക്കും ചെയ്യാൻ പറ്റാതെ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും? പെണ്ണായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് പറ. എന്തുകൊണ്ട് ആരെ ഇതിന് പെണ്ണാക്കുന്നവരാ? ഇതിന്റെ ഡയറക്ടർ ഇവനാണോ പൊളിശരത്താണോ? എല്ലാം പുള്ളി തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാ എല്ലാത്തിലും അവനിക്ക് സ്ത്രീ വേഷം കൊടുക്കുന്നത്? അവനാണ് സൂപ്പർ എന്ന് തോന്നി പെണ്ണാവാൻ. ആ ഒരു റീസൺ പറ. എന്താണ് സ്ട്രൈക്ക് ചെയ്തത്? ഞാൻ ഒരു കുലസ്ത്രീ കാണുന്നു. കൊലസ്ത്രീയോ? കൊലയല്ല, കുല. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഒരുപാട് കൂട്ടുകാരാണ്. ഇതിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട് അല്ലെ? ഏറ്റവും മുത്താപ്പയാണ്
പൊളിച്ചെടുത്ത. എങ്ങനെയാ നിങ്ങളുടെ ആ ഒരു കണ്ടുമുട്ടൽ? ഇതേപോലെ ഏതെങ്കിലും ക്യാമ്പയിൻ ആയിരുന്നോ അല്ലെങ്കിൽ? ഇല്ല, ഒക്കെ അടുത്തുള്ളവരാ. ഞങ്ങള് ടിക്ടോക്ക് ഉണ്ടായ സമയത്ത് ഉണ്ടായതാണ്. അപ്പൊ ഇവനൊന്നും ഉണ്ടായില്ല, ഞങ്ങൾ കുറച്ച് ആ അവനാണ് ആദ്യമായിട്ട് വീഡിയോ എടുത്ത് തുടങ്ങി ടിക്ടോക്കിൽ. അപ്പൊ ആരാവനോ? ഇവനും വേറെ ഒരുത്തനും. ആ അപ്പൊ ഞാൻ അതിൽ ഗസ്റ്റ് കളിക്കാൻ പോയാണ്. കളിച്ച കോണ്ടന്റിലായി. പിന്നെ അപ്പോഴേക്കും ടിക്ടോക്ക് ബാൻ ആയി. ആ. പിന്നെ ഇൻസ്റ്റയില് വീണ്ടും ഞങ്ങൾ ചെയ്തു തുടങ്ങി. അത് അവനെ കൂട്ടിടിച്ചു തുടങ്ങിയ ആ വീഡിയോ ഒക്കെ വലിച്ചേട്ടാ. ആ വലിച്ചെന്ന് വെച്ചാ അറച്ചു തളഞ്ഞ് കേറിയ ഉണ്ടായില്ല. പിന്നെ രണ്ടാമതും ആശയം തോന്നിയപ്പോ ഞാൻ ദിവനെ കൂട്ടുപിടിച്ച് അവനെയും കൂട്ടുപിടിച്ച് തുടങ്ങിയാണ്. അപ്പൊ ചക്കയിട്ട് ചത്ത്. അതായത് ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ആയി അല്ലേ? എന്ത് തോന്നിപ്പോ ആ സംഭവങ്ങളൊക്കെ ഇപ്പൊ ഇദ്ദേഹം ഏറ്റെടുത്തപ്പോ? നല്ല സന്തോഷമുണ്ട്. നീ ഉള്ളിൽ തൊട്ട് പറയണോ? ശരിക്കും അവനൊരു പാർട്ണർ ഉണ്ടായി. ആ അവൻ പക്ഷെ ഇപ്പൊ ജോലിക്കാരെയൊക്കെയാണ്. ഓ അവരൊക്കെ വലിയ ആൾക്കാരായി. അവനൊക്കെ എന്തോ ചെയ്യണ്ട്. ഇപ്പം പല സ്ത്രീവേഷങ്ങളും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ചിലതില് ഇവൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ ഗ്രൂപ്പിലുള്ളപ്പോ എന്താ അവനെ കൊണ്ട് ചെയ്യിക്കുന്നേ? എങ്ങനെ ഇവരെ കണ്ടുമുട്ടി? നവ്യല്ലേ? നവ്യ എങ്ങനെ കണ്ടുമുട്ടി? നവ്യയും പൊളിശരത്തും എങ്ങനെ കണ്ടുമുട്ടി? അത് കോളേജിൽ കണ്ടുപിട്ടിയത് എനിക്ക് എന്റെ ജൂനിയർ ആയിരുന്നു. അങ്ങനെ അറിയാം. എന്നെ ആദ്യം കൊറോണ വിളിച്ചു. അപ്പോഴൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിനെ പറ്റിയ ആളെ നോക്കിയപ്പോ വിളിച്ചു. എന്തായിരുന്നു ഫസ്റ്റ് ഒരു ഇവരിങ്ങനെ വന്ന് വിളിക്കുമ്പോ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ? ഷർട്ടായിട്ടാണ് ഓൾറെഡി വീഡിയോസ് കോളേജിൽ ഉള്ള ടൈമില് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. ഞാൻ പറയും താനൊരു നല്ല നിലയിൽ എത്തും. അപ്പൊ നമ്മളെ നമ്മളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കാണോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ വലിയൊരു കണ്ണടക്ക് തന്നു. അങ്ങനെ എത്തിപ്പെട്ടു. അതിനു മുന്നേ ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്ത് വൈറലായല്ലോ. അപ്പം എങ്ങനെയുണ്ട് റെസ്പോൺസ് ആൾക്കാരുടെ അടുത്തുനിന്ന്? ബസ്സിലൊക്കെ വെച്ച് കാണുമ്പോ കുറച്ചേരൊക്കെ വന്ന് ചോദിക്കും. പക്ഷെ ഞാൻ വിചാരിക്കും എന്നെ വന്ന് ചോദിച്ചല്ലോ എന്ന്. പക്ഷെ ലാസ്റ്റ് ചേട്ടനെ ചോദിക്കുന്നത് എന്തെങ്കിലും ഇപ്പം ഇതേപോലെ തന്നെ കുറെ നെഗറ്റീവ്സും വരുമല്ലോ ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ അതിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? കരഞ്ഞ് ഒരു ദിവസം ഒരു വലിയൊരു ഹ്യൂജ് മെസ്സേജ് ടൈപ്പ് ചെയ്ത് വന്നു. അത് അയച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ വീഡിയോ എടുക്കാനില്ല. ശരിക്കും ഭയങ്കര വൾഗർ എന്ന് പറഞ്ഞിട്ടല്ലോ. ഈശ്വരാ ഇനി ലൈഫിലൊന്നുമില്ല, ഞാൻ അയ്യോ നിർത്തിപ്പോയാ മതി, ചത്താ മതി തോന്നിപ്പോയി. മെസ്സേജ് സ്റ്റോറി ഇടാന്നൊക്കെ പറഞ്ഞു. നീ അത് പുറകെ പോകണ്ട, വള്ളിയാണ് വിട്ടേക്ക് പറഞ്ഞു. ഭയങ്കര വൃത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്നെ എങ്ങനെ സെലക്ട് ചെയ്തത്, എന്തൊക്കെ ഞാൻ കൊടുത്തു പുള്ളിക്ക്, അങ്ങനത്തെ ഡീലിങ്സ്, അങ്ങനെ ഭയങ്കര വൾഗറായിട്ട്. അതായത് ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ താത്തിക്കെട്ടാൻ പറ്റുമോ അത്രയും നല്ല രീതിക്ക് താത്തിക്കെട്ടി. ഇതുകൊണ്ടാണ് ഞാൻ ഉമ്മാരായിട്ട് വീഡിയോ എടുക്കുന്നത്. ഓ ഇപ്പോഴാണ് അവര് മുതലാക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായത്. അതാർക്കും വേണ്ട. നമുക്ക് ചോദിക്കാനും പറയാൻ ആരില്ലല്ലോ. ഓക്കെ എന്നിട്ട് ഞാനോർത്ത് അപ്പോ അത് മാറിക്കളയുന്നത് കുറച്ചുകൂടെ അതിനേലും നല്ല നല്ല വീഡിയോസ് ഇറക്കണം. കാരണം ആ ഒരാള് നെഗറ്റീവ് എന്നോർത്ത് പുറത്തിറങ്ങുമ്പോ 4 പേരെങ്കിലും കണ്ടാൽ മനസ്സിലാക്കുന്നില്ലേ. ഓക്കെ. ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമന്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ ഇപ്പം കുറച്ചുകൂടി എന്താ പറയാ അടുത്തുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വരും ചേട്ടനും ചേച്ചിയും തമ്മിൽ ലവ് ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ട്. ആ പക്ഷെ ഇവൾക്കില്ല. വൺ സൈഡ് ലവ് ആണോ? എനിക്കില്ല. പക്ഷേ പിന്നെ ആർക്കുള്ള ഇവിടെ എല്ലാവർക്കും ഉണ്ട് മനസ്സിൽ. ഓ എല്ലാവർക്കും ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണോ? പക്ഷെ ഇങ്ങനത്തെയും കുറെ കമന്റ്സ് വരാറില്ലേ? കപ്പിൾസ് ആണോ ലവ് ആണോ എന്നൊക്കെ ചോദിച്ചു ഷെയർ ചെയ്തിട്ട് ചോദിക്കുക. കസിൻസിനോടൊക്കെ ഷെയർ ചെയ്തിട്ട് ഇവര് തമ്മിൽ സെറ്റ് ആയോ, ഇവര് തമ്മിൽ എന്താണ്, കോളേജ് കഴിഞ്ഞിട്ടും തീർന്നില്ലേ? കാരണം കോളേജിലൊക്കെ വെച്ച് ഞങ്ങൾ സംസാരിക്കണം കാണുമ്പോഴും ഓൾറെഡി ക്ലാസ്സിലൊക്കെ അങ്ങനെ പറയുമായിരുന്നു നിങ്ങൾ തമ്മിൽ എന്താണെന്ന്. ഇപ്പൊ അത് കുറച്ചുകൂടെ ശക്തമായിട്ട് വന്നിട്ട് നിങ്ങൾ അതിനോട് എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത്? അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ഉണ്ടാവരുത്. അതൊന്നും നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഈ റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് അങ്ങനെ പക്ഷെ ഉള്ളില് ഒരു റൊമാൻറ്റിക് കൂടുതലും റൊമാൻസ് അങ്ങനെ വരില്ല. അത് വരില്ല. അന്ന് ചേർത്തായിട്ട് വരാത്തെ പുള്ളിക്ക് അത് വൈറ്റ് ക്ലബ്ബാ കാണിക്കുമ്പോ. ആണോ? വരില്ല. ഓക്കെ അതിലേക്ക് ഞാൻ വരാം. ഇതിലേക്ക് ആദ്യം നമുക്ക് ഇതിലേക്ക് പോവാം. പക്ഷെ ഉള്ളിനുള്ളിൽ കുറച്ച് റൊമാൻറ്റിക് ആണ് അല്ലെ? കുറച്ചധികം. എല്ലാരോടും ഒരാളോട് മാത്രമായിട്ട് പ്രണയം അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നിന്റെ മുഖം കണ്ടാലൊരു പ്രണയം ഉണ്ടല്ലോ. പറ, നമുക്ക് പിന്നെ ലവ് സ്റ്റോറി തുടങ്ങാം. ലവ് സ്റ്റോറി അങ്ങനെ ഒന്നുമില്ല. 2 വർഷമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ. ചേട്ടൻ കമ്മിറ്റഡ് ആണ്. അപ്പൊ സ്കിപ്പ്.
ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണെങ്കിലും പ്രായത്തിന്റെ ഡബിൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അതിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് അല്ലെ അരുണേ? ഒന്ന് എണീറ്റ് ഒന്ന് എല്ലാവർക്കും നന്നായിട്ടൊന്ന് കാണായിരുന്നു. നമുക്ക് ആ വീഡിയോ കാണാം, കുഴപ്പമില്ലല്ലോ. ചേച്ചി കാണാൻ കൊതിയാവുന്നു. ആദ്യത്തെയാണേ കുറച്ച് സമയം കൂടുതൽ തന്നെ എനിക്ക് എനിക്കും സ്റ്റാമിന ഒന്ന് പോയി ചേച്ചി. ചേട്ടാ നമ്മൾ സന്തോഷിക്കില്ല വേണ്ടത്, അച്ഛനാണ് ആവുന്നല്ലേ. അതല്ലേ നമുക്ക് HIV ആണ് പോസിറ്റീവായ. എന്താണ് പറയാനുള്ളത്? അങ്ങനെ പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ പറയണം. അതിൽ എണീപ്പിച്ചിർത്തി ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചപ്പോ എന്തായിരുന്നു ആദ്യത്തെ റിയാക്ഷൻ? ആ ആക്ച്വലി ആൾക്കൊരു വിഗ് ഉണ്ട് അല്ലെ? അതെടുക്കാഞ്ഞ് അതെടുക്കായിരുന്നില്ലേ? ഉണ്ടോ നിന്റെ ഉണ്ടോ? വീട്ടിലുണ്ട്, വെക്കില്ല. ഞാൻ പറഞ്ഞതാ ഈ വേഷത്തിൽ വരാന്ന്, വന്നില്ല അവൻ. എന്നാലും എങ്ങനെയായിരുന്നു റിയാക്ഷൻസ് ഒക്കെ? ഫാൻസ് ഒക്കെ വന്നു തുടങ്ങിയോ ആന്റിക്ക്? രാത്രി ഫോൺ വിളിക്കും. ഇവന്റെ അച്ഛനെ എപ്പോഴും വിളിക്കാറുണ്ട്. അച്ഛന്മാരുടെ പ്രായത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഇഷ്ടം. എന്താ നമ്മളിപ്പോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു, പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബലം ആ വീഡിയോ എടുക്കുന്ന ഒരാളല്ലേ അല്ലേ? ഓക്കെ, എനിക്ക് മിസ്റ്റർ KP കുഞ്ഞിക്കണ്ണൻ ആ പറയൂ, എങ്ങനെ ഈ ടീമിലേക്ക് എത്തി? വീഡിയോ എഡിറ്റർ ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, എഡിറ്റും ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് പുള്ളി ഐഫോൺ എടുത്ത ടൈമില് എന്റെ അടുത്ത് ജസ്റ്റ് വന്നായിരുന്നു. ഇങ്ങനെ iCloud അതൊക്കെ സെറ്റ് അതിന്റെ അപ്ലൈ ചെയ്തേക്ക. അപ്പൊ ഞങ്ങള് അന്ന് പുള്ളിക്ക് ഇതേപോലെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം വീഡിയോ എടുത്ത് തുടങ്ങി. പിന്നെ എന്തോ പെട്ടെന്ന് ഒരു മറ്റേ അനിയമിതുന്റെ ഇതില് പെട്ടെന്ന് പിന്നെ അങ്ങനെ പോയി. ഒന്ന് രണ്ട് വീഡിയോസില് മുഖം കാണിച്ചിട്ടുള്ളൂ, കൂടുതലും വീഡിയോയുടെ പുറകിൽ നിന്നുള്ള പരിപാടികളാണ് ഇഷ്ടം. അഭിനയിക്കാൻ കുറച്ച് എന്ത് നാണോ? അല്ലെങ്കിൽ ഇപ്പോഴും ഒരു നാണം ഉണ്ട്. എന്നിട്ട് നാണം എന്നെ കണ്ടിട്ട് നാണോ? അതല്ല എനിക്ക് പിന്നെ അഭിനയിക്കുന്ന പറയുന്നത് വേറെ ആരും ഇല്ലാത്ത ടൈമില് പുള്ളി കേറ്റണ ഇങ്ങനെ അഭിനയിക്കാൻ അറിയാത്ത ടൈമില് പുള്ളി ഇങ്ങനെ ആളെണ്ണം തയ്ക്കാൻ വേണ്ടി നല്ല ടെൻഷൻ ഉണ്ട്. കൂടുതൽ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ക്യാമറ ഇത് എഡിറ്റ് ചെയ്യാനാണ് എനിക്ക് മെയിനായിട്ട് താല്പര്യം. പക്ഷെ എന്തായാലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ടോ? അതിന്റെ റിസൾട്ടാണ് കാണുന്നത്. ഓക്കെ, ആരില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു ചെറിയ ടാസ്ക് തരാം. ഞാൻ ചെറിയ ടാഗ് ലൈൻസ് പറയും, അത് ആർക്കാണ് കൂടുതൽ സ്യൂട്ട് ആവുന്നതെന്ന് നിങ്ങൾ പറയണം, റീസണും പറയണം. ഓക്കെ. ഏറ്റവും വലിയ കോഴി, പിടക്കോഴി ആണെങ്കിലും പൂവൻകോഴി ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ട്? എല്ലാവർക്കും റീസൺ ഉണ്ടോ പറയാൻ? എല്ലാരും ഒരുമിച്ച് ഇതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ആള് ഫാൻസ് ആയാലും മെസ്സേജ് അയക്കുമ്പോഴും ബോയ്സിനൊക്കെ ബാക്കി ഗേൾസിന് എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നത് തെറ്റല്ല. എന്ന് പറയുന്നത് എന്തുകൊണ്ട്? വായ്നോട്ടം എല്ലാവരെയും വായ്നോക്കാല. നമ്മ സൗന്ദര്യം ആസ്വദിക്കണ്ടല്ലേ? വെച്ച് ഇങ്ങനെ ആസ്വദിക്കാൻ പാടില്ല. പക്ഷെ പുള്ളി കോളേജിൽ നിന്ന് അവാർഡ് കിട്ടാണ്ട്. ഇദ്ദേഹത്തിന്
പരിചരണത്തിനെ കുറിച്ച് എന്തെങ്കിലും സ്റ്റോറീസ് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയാം. ആ ഞങ്ങൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത് ഒരു ചെറിയൊരു റാഗിങ് എന്ന രീതിക്കാണ്. അപ്പോ പുള്ളീനെ എന്റെ സീനിയറാണ് പരിചയപ്പെടുത്തി തന്നത്. അപ്പോ ഞങ്ങൾ സംസാരിച്ച് പിറ്റേ ദിവസം കാണുമ്പോൾ ഇപ്പൊ പിള്ളേരുടെ ഇടില്ല. ഞങ്ങളുടെ ഞാൻ യുസിയിലാണ് പഠിച്ചത്. യുസിയിലെ CCയുടെ ഗ്രൗണ്ടില് ഒരു കൂട്ടം, പിന്നെ അത് കഴിഞ്ഞാ വേറൊരു കൂട്ടം. ആ കാണുമ്പോ എന്നെ സോജ വിളിക്കാം, ആ സോജ, ആ ഒരു ഇതാണ് കണ്ടപ്പോ പെണ്ണുങ്ങളുടെ ഒപ്പം ഒരുങ്ങി. പക്ഷേ പ്ലസ് ടുവില് ഇങ്ങനൊന്നും ഉണ്ടായില്ല. പ്ലസ് ടുവിൽ കൊടുക്കുന്ന പത്താം ക്ലാസ്സിൽ ബോഡി സ്കൂൾ പഠിച്ചേ യൂസി ചെന്നപ്പോ മാറി. ഓക്കെ, റാഗിങ്ങിന്നല്ലേ പരിചയപ്പെടുന്നു? എന്തായിരുന്നു റാഗിങ്? എങ്ങനെയായിരുന്നു? അല്ല, എന്റെ സീനിയർ റാഗ് ചെയ്ത കൂട്ടത്തിൽ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പാട്ട് പാടാൻ, അതെ പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പഠിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇൻസ്റ്റഗ്രാം അല്ല വാട്സപ്പ് നമ്പർ വാങ്ങിച്ചു. റാഗിങ്ങില് വാട്സപ്പ് നമ്പർ മേടിക്കാൻ അറിയുള്ളൂ. ബാക്കി ചാറ്റിംഗ് മെസ്സേജ് എന്തായിരുന്നു? ഏത് കളറാ? ഇല്ല, ആ കാര്യത്തിലൊക്കെ ഡീസന്റ്. അങ്ങനെയൊന്നുമില്ല, കൂട്ടരം തന്നെയാണ്. അതിന്റെ അപ്പുറത്തില്ല. എന്തായിരുന്നു ആദ്യമേ മെസ്സേജ് വെച്ചിട്ട് ആ ടൈമില് എന്റെ ഫേസും DP തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ഞാൻ കണ്ടപ്പോ ഏതോ കോളനി വിചാരിച്ച സത്യം പറഞ്ഞു. പക്ഷെ DP-യിലൊക്കെ വേറെ ആള്. ഞാൻ ചോദിക്കുകയും ചെയ്തു, നീ തന്നെയാണോ? ഞാൻ പറഞ്ഞ ചേട്ടൻ നമ്മൾ ഉച്ചയ്ക്ക് പരിചയപ്പെട്ടില്ല. DP-യിലെ നീ നാളെ ഞാൻ കോളേജിൽ ഒന്ന് കാണോട്ടെ, ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി. എന്നിട്ട് പുള്ളി എനിക്കിങ്ങനെ അടിപൊളി വെക്കാം ഫുള്ളായിട്ട് എന്നോട് പറയാ, നീ ആണല്ലേ DP-യില്? ഞാൻ സോറി ഡി, നിന്നെ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് ഞാൻ. പിന്നെ കമ്പനി ആയതിനു ശേഷമാണ് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ലൊരു കോഴിയാണ്. അല്ല, DP-യില് വന്നിട്ട് നേരിട്ട് കണ്ടിട്ട് ഇങ്ങനെ നമ്മളെ ഒരു അപമാനിച്ചു ചെറുതായിട്ട്. പിന്നീട് ഫുള്ള് മോട്ടിവേഷനാ. എന്നിട്ട് ക്യാൻറ്റീന്റെ ഫ്രണ്ടിൽ വെച്ച് എന്റെ ഫോൺ DP എടുത്തിട്ട് എന്നെ വെച്ചിട്ട് ഇത് നീയാണോ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. കഷ്ടം, അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. എല്ലാരും DP-യിലെ പോലെ അടിക്കണമെന്നില്ല നേരിട്ട് കാണാൻ. അല്ലേ? അതെല്ലാരും പറയും എന്നെ കാണുമ്പോ. അല്ലല്ല, ഇവിടെ വരുന്ന ഗസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോ ഞങ്ങൾ വിചാരിക്കും വലിയൊരു ആളാണെന്ന്. എന്ത് അല്ല, അങ്ങനെ വലിയ ആളാന്ന് അല്ല. എന്റെ വലിയ മനസ്സാടാ, വലിയ മനസ്സ്. അതല്ലേ നിന്നെ ഞാൻ കുറിച്ച് എന്താ നല്ലത് പറഞ്ഞില്ലേ? ഓക്കെ, അടുത്തത് ഏറ്റവും വലിയ തേപ്പ് കിട്ടിയത് ഇവന്. നിനക്കല്ലേ 3 റിലേഷൻഷിപ്പ്? അതെന്താണ് ഒരാളെ 3 വട്ടം തേക്കണമെങ്കിൽ അവൻ എത്ര പൊട്ടനല്ലേ? അങ്ങനെയല്ല, പ്രേമത്തിന് കണ്ണില്ല വായില്ല മുക്കിട്ട്. ഓക്കെ, കൊള്ളാം. വേറെ ആർക്കെങ്കിലും തേപ്പോതെയൊന്നുമില്ല? ഇവിടെ എന്തോ ഒരു തേപ്പോതെ വന്നപ്പോ പറയണ്ടായിരുന്നു. ഡിപ്രഷൻ എല്ലാം ഉണ്ട്. ആണോ? ഫസ്റ്റ് ലവ് ആയിരുന്നോ? സ്വാഭാവികം. ഒരു തുടക്കമാണ്. എനിക്കോ ഒരുപാട് അത് കുറച്ച് നാടുകൾ താണ്ടി കാണാതെ പ്രണയം തുടങ്ങി, കണ്ട് പ്രണയം അവസാനിച്ചു. ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. കണ്ടപ്പല്ല, ഒരു 3.5 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. പബ്ജി കളിച്ച് കിട്ടിയാണ്. അല്ല, പബ്ജി കളിച്ചത് മീൻസ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. മനസ്സിലായി, പബ്ജി കളിക്കാൻ മാത്രമേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. ഇല്ല, അത് ചെറിയ ചെറിയ പൊസസീവ്നെസ്. ചെറിയ ഏട്ടായിരുന്നു. ഓക്കെ, ഞാൻ കാന്താരിയൊന്നുമല്ല. ഓക്കെ, അടുത്തത് ഏറ്റവും കൂടുതൽ ചളി പറയുന്നത്? അതാ എന്നെ പിടിച്ച് ഞാൻ ഫ്രണ്ടിൽ ഇരുത്താൻ പറഞ്ഞു. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ? തമാശ അറിയില്ല. എന്താ? അതിനുള്ള ബുദ്ധിയില്ല. അത് പറയാനൊരു സെൻസാണ്, ആ സെൻസ് ഇല്ല. അത് ഇനി മനസ്സിലാക്കാനുള്ള സെൻസ് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾ കുറഞ്ഞ ആൾക്കാർ കുട്ടി അവിടെ നിന്ന് എന്തൊക്കെയോ അതിനെ പറയാൻ അനുവദിക്കും. ഓക്കെ,
അടുത്ത ഞാൻ ചോദിക്കാം, ഏറ്റവും തൊലിക്കട്ടിയുള്ളത് ആ ഏ? കോളേജിൽ അന്വേഷിച്ചാ മതി. ആ. എന്ത് കൂറ വേഷം കിട്ടിയാലും കോളേജ് ഇറന്നോളും. ആ. എന്ത് പരിപാടിക്കാണെങ്കിലും ഫാഷൻ മുമ്പിലുണ്ടാവും. ഷോയ്ക്ക് കോളേജിലൊരു ആ, ഫാഷൻ ഷോയ്ക്ക് ഹൈലൈറ്റ് ഉണ്ട് കളഞ്ഞത്. അലേറ്റ്സ് കിടക്കണ്ടെന്ന് ഹൈലൈറ്റ്സ് കിടപ്പുണ്ട്. പ്ലാവല വെച്ചൊരു കിരീടമൊക്കെ വെച്ച് ആദിവാസി. ആദിവാസി യൂസി കോളേജില് ഫസ്റ്റ് കിട്ടി. അത് ഓക്കെ ഫസ്റ്റ് അഭിമാനിക്കടാ. അപമാനം. ഓക്കെ, ഏറ്റവും കൂടുതൽ റിജക്ഷൻ കിട്ടിയത് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് പെൺപിള്ളേരൊക്കെ അല്ലെങ്കിൽ ആൺപിള്ളേരൊക്കെ റിജക്ട് ചെയ്യുന്നേ? ആമ്പിള് റിജക്ട് ചെയ്യണം. അവൾക്ക് വേണ്ടി പറഞ്ഞതാ, പറ. നിങ്ങൾ റിജക്ട് ചെയ്യാറുണ്ടോ? ഞാൻ ഇതുവരെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇല്ല, ഓക്കെ, അവസരം തരാം. ഓക്കെ, പറയൂ അടുത്തത്. നിങ്ങൾ ആർക്കെങ്കിലും? ഇല്ല. ഈ കോളൊന്നാ ഇല്ല. പ്രപ്പോസ് ചെയ്യാൻ അവസരം കിട്ടിയില്ല എന്നല്ലേ പറഞ്ഞേ? ഞങ്ങളുടെ വെറൈറ്റി മീഡിയ നവ്യക്കായിട്ട് ഒരു അസുലഭ നിമിഷം അങ്ങ് തരാണ്. സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെയാണ് പ്രപ്പോസ് ചെയ്യുക, പക്ഷെ ഒരു വെറൈറ്റിക്ക് ഈ കുട്ടിക്ക് പ്രപ്പോസ് ചെയ്യാൻ ചാൻസ് കിട്ടാത്തതുകൊണ്ട് ഈ ഇരിക്കുന്നതിൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തു ഇഷ്ടമുള്ളതാണ്. ജസ്റ്റ് ഒരു ടാസ്ക് അല്ലേ? ആ ടാസ്ക് ടാസ്ക് ആയിട്ടാണ്. അവളുടെ ഒരു പ്രാക്ടീസ്. പോളിഷർട്ട്. ഇതിനകത്ത് വെച്ചടി കയറണം. ഓക്കെ, ഞാനോ? ഞാൻ ചേട്ടൻ തന്നെ ചൂസ് ചെയ്തു. അതങ്ങനെ വരും. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നവ്യക്ക് ഒരു ചാൻസ് കൊടുക്കുകയാണ്. പൂവ് പോലെ തന്നെ ഒരു ടാസ്ക്. പൂ ഡ്യൂപ്ലിക്കേറ്റ് പ്രപ്പോസ് ചെയ്തോ? എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ചൂസ് ചെയ്തു പ്രപ്പോസ് ചെയ്യാൻ? ഇത്രയും സുന്ദര ചെക്കന്മാരുടെ അപ്പൊ ഞാൻ അലമ്പണോ? നീ പൊളി. ആ ഓക്കെ. എന്തുകൊണ്ട് ശരത്തിനെ ചൂസ് ചെയ്തു? പൊളിച്ചെടുത്ത ആയതുകൊണ്ട്. ഓക്കെ, ചെയ്തോ? സീരിയസ്ലി ഏ? കാരണം ആ സീരിയസ് ആയിട്ടാണ്. കാരണം കാരണം വർഷങ്ങളായിട്ട് എന്നെ അറിയാം. എന്റെ Okay. റിലേഷൻഷിപ്പ് ഉണ്ടായതും ബ്രേക്കപ്പ് ആയതും എല്ലാം പുള്ളിക്ക് അറിയാം. ആ. അപ്പോ എന്റെ ഒരു കോൺസെപ്റ്റില് എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാള്, എന്റെ പാഷനെ ഫോളോ ചെയ്യുന്ന ഒരാള്, എന്നെ എൻകറേജ് ചെയ്യുന്ന ഒരു ഒരാള്. ബ്രദറിനെ പോലെ പോലീസെടുത്തായതുകൊണ്ട് ഇത് തമാശ തന്നെയല്ലേ? പ്രപ്പോസ് ചെയ്തോ? എടോ, താനിപ്പോഴും എന്റെ കൂടെ നല്ല രീതിക്ക് സപ്പോർട്ടിങ് ആയിട്ട് ഒരാൾ കാര്യമായിട്ട് അഭിനയിക്കുമ്പോ ഇങ്ങനെ കണ്ണടിച്ചിരിക്കല്ലാരും. ഇത്രയും നാൾ സാധനം എന്റെ ഒപ്പം നല്ല രീതിക്ക് കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് കെയറിങ് എല്ലാം ഞാൻ ലൈഫ് ലോങ് പ്രതീക്ഷിച്ചോട്ടെ. സപ്പോർട്ട് ഉണ്ടാവും, ലൈഫ് ലോങ് ഉണ്ടാവില്ല. അപ്പോഴും ചെയ്യാം. ലവ് യു. താങ്ക് യു. ഓക്കെ, ഇനി ഇതിന് മറുപടി കൊടുക്കും. കൊടുക്ക്. ഒരു ടാസ്ക് ആണ്, അപ്പൊ ആ ഒരു ഞാൻ- കൊടുക്കും അങ്ങോട്ട്. എന്റെ ഫസ്റ്റ് പ്രപ്പോസൽ റിജക്ട് ചെയ്തു. ആ, ഞാനാ? ആ കുട്ടിയുടെ ഫസ്റ്റ് പ്രപ്പോസലാണ്. ആ, നിന്നിൽ വെച്ചാണ് തുടക്കം. അപ്പൊ നമ്മളത് തെളിയിക്കണം. എന്നും ഒരു താങ്ങും തണലായി ഞാനുണ്ടാവും. ദാൽമരോ? വാഴ്മരല്ല പക്ഷേ. ഓക്കെ, എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ രണ്ട് കുട്ടികൾക്ക് ഒരു ജീവിതം കൊടുത്തിരിക്കുകയാണ്. ഇത് മാത്രം കാര്യമുള്ളൂ കേട്ടോ. നന്ദിയുണ്ട്. എല്ലോടും തല്ലി പൊന്നെന്തിനാ? അമ്മേനോട് ഓർമ്മ കിട്ടാം. ഞാൻ വേഗം വീട്ടിലോട്ട് ഇറങ്ങി. വിളക്കെടുത്ത് വെക്കാൻ എന്നെ വിളിക്കട്ടെ, പറഞ്ഞു. ആളൊന്നും ഒരുക്കിട്ടേക്കാൻ. അമ്മൂമ്മേനോട് ചായ എടുക്കാൻ പറയും. ഓക്കെ, അപ്പം എന്താ പേര് പറഞ്ഞേ? ആദ്യം നന്നായിട്ട് പാട്ട് പാടാം. അപ്പൊ നമ്മൾ ആദ്യക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ചേച്ചി അതിക്ക് മുമ്പ് ദാവണി ചേച്ചിന്റെ പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞേ. അയ്യോ അന്നവൻ ചെയ്യട്ടെ, ജീവൻ ചെയ്യട്ടെ. അത് കുഴപ്പമില്ല. അവൻ ചെയ്തോളൂ. ഓക്കെ. മനസ്സാണ്. അല്ല, ഉള്ളത് നീ മൂന്നാമത്തെ ആണല്ലോ. പോയപ്പോ പെൺകുട്ടിയാണ് അതുകൊണ്ട് നീ പ്രപ്പോസ് ചെയ്തു. അയ്യോ പ്രോപ്പർട്ടി. ഇത് വേണോ? തീക്കളിക്കാണ് മുതലേ. ആശുപത്രി നോക്കുന്നൊക്കെ. കാര്യം ഇപ്പൊ ഇങ്ങനെ തമാശ കിട്ടുന്നാണെങ്കിൽ ഇവിടെ വന്നപ്പോ തന്നെ ക്രഷ് അടിച്ചു. ആ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഈ ബ്യൂട്ടി മേക്കപ്പാ? അത് കുഴപ്പമില്ല. വേറെ ഇപ്പൊ പറയാനൊന്നുമില്ല. അപ്പൊ ദൈവം നമുക്ക് ഓപ്പോസിറ്റുള്ള ഒരാൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സാധനം ഭംഗി. അത് തീരെ ഇല്ലെന്നല്ല, പക്ഷേ ഉണ്ട്. എന്റെ കണ്ടില്ലതുണ്ട്. അപ്പൊ അതിലേക്ക്
താങ്ക്സ്. നല്ല നാടകം. ഓക്കെ, നാടകം കഴിഞ്ഞു. നാടകം കഴിഞ്ഞു. ഞാൻ അടുത്ത എല്ലാവർക്കും നന്ദി, കാലയിൽ നമസ്കാരം. വെച്ചാൽ ആക്ച്വലി ഞാൻ അഹങ്കാരം കൊണ്ട് പറയല, ഇവിടെ വരുന്ന എല്ലാവരും എന്നെ പ്രപ്പോസ് ചെയ്യാറുണ്ട്. കുറെ പ്രപ്പോസൽ ഞാൻ കണ്ടും കേട്ടും അടുത്തത് കൊണ്ട് ഇതും അടുത്തു. ഭാഗ്യം എല്ലാം അടുത്തുണ്ട്. എന്റെ സങ്കല്പത്തിൽ ഒരാളുണ്ട്. പക്ഷെ അല്ല, ചെക്കൻ അടിപൊളിയായി, പക്ഷെ എന്നെക്കാൾ വയസ്സ് കുറവാ, അതുകൊണ്ട് മാത്രം. ലാസ്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് പാടുന്ന നീയല്ലേ, ഞാനൊരു പാട്ട് പറയും, അതിലൊരു വേർഡ് മിസ്സിംഗ് ആയിരിക്കും, ആ വേർഡും കൂടി ചേർത്ത് കറക്റ്റ് ആയിട്ട് പാട്ട് പാടണം. ഓക്കെ? എന്നാ ഞങ്ങൾ പുറത്തേക്ക് ഇരുന്നോളെ. ഇല്ല, അതിന്റെ ആവശ്യം ഞങ്ങൾ പുറത്താക്കിക്കോളാം. ഓക്കെ. ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ ഡാഷ് കണ്ടതയ്യ. തൊണ്ട്. പാട്. ഒരു പബ്ലിക് ചാനൽ വന്നിരുന്ന് തുണ്ട് കാണുമെന്ന് പറയാൻ കാണുമല്ലോ എനിക്ക്. പാട്. ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. ആ സൈറ്റ് ഏതാന്ന് ചോദിക്കാൻ പറഞ്ഞു അജി. അറിയാത്ത പോലെ അടുത്ത ആരാ നന്നായിട്ട് പാടുന്നേ? ഓക്കെ, എനിക്ക് പാടുന്ന ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് പാടിയ ഒരു സ്കോപ്പ് ഉണ്ട്. ഓക്കെ, പാടില്ല. നീയൻ ഡാഷ് തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ. ആ പാട്ട് വേറെ പാട്ട് നീ പാടാറില്ലേ അത്? നീയൻ ഗുണം തണ്ടിൽ ചുംബിച്ചിരുന്നു പാടിക്കോ? എനിക്ക് ആ പാട്ട് പാടാറില്ല, സത്യമായിട്ട് പാടാറിയില്ല. അറിയാൻ ഒരുപാട്. നീ ഗുണം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ. വേറെ നല്ല പാട്ടൊക്കെ പാടിയത്. ഓക്കെ, അന്ന് നല്ല പാട്ട് പാടാം. കണ്ടിരി അടുത്ത ആരാ പാടുന്നേ? പൊളിച്ചെടുത്ത ചിന്താട്ട്. ഒന്ന് കണ്ടോട്ടെ ഞാൻ, തൊട്ടോട്ടെ ഞാൻ, ഡാഷിൽ തൊട്ടോട്ടെ ഞാൻ, നിനക്ക് എന്ത് അഴകാണ് അഴകി. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ വേണമെങ്കിൽ തരാം. അതല്ലേ പാട്ട്. തൊട്ടോട്ടെ തന്നെയല്ലേ പറയണേ. ഓപ്ഷൻ തരാം. ചുണ്ടിൽ, മെയ്യിൽ, കവിളിൽ, കഴുത്തിൽ. ഇത് നാലുമല്ല. ഇതിൽ അതല്ല. ഒന്ന് കണ്ടോട്ടെ ഞാൻ, ഒന്ന് നിന്നിൽ, മെയിനിൽ, ഓക്കെ. ഒന്ന് കണ്ടോട്ടെ ഞാൻ, ഡാഷിൽ തൊട്ടോട്ടെ ഞാൻ. ഒന്ന് കണ്ടോട്ടെ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. എന്താ ഓപ്ഷൻ ബി? മെയിൽ. ഒന്ന് കണ്ടോട്ടെ ഞാൻ, മെയിൽ തൊട്ടോട്ടെ ഞാൻ, നിനക്കെന്തഴകാണഴകേ നിറവാർന്ന. ഓക്കെ, അടുത്തത് ആർക്ക് വേണം? ആ കുറുമ്പിന്റെ ഡാഷ് ഒന്ന് കടിച്ചോട്ടെ. കരിമ്പ്, വരമ്പ്, അരിമ്പ്. എടാ, പാട്ട് പാടാനാ പറഞ്ഞേ. ബ്ലഷ് ചെയ്യുന്നോണ്ട് അതുകൊണ്ട് ഞാന് അങ്ങനൊന്നും അല്ല, പാട്ടാണിത്. ആ കുറുമ്പിന്റെ ഡാഷ് ഒന്ന് കടിച്ചോട്ടെ. നീ പാടേണ്ടത് മാറി പോകും പാടിയാ. കുറുമ്പിന്റെ കരിമ്പൊന്ന് കടിച്ചോട്ടെ. ഓക്കെ, അടുത്തത് നവ്യക്ക്. അന്തിക്കള്ളം കുടിച്ച് കിന്നാരം കൊഞ്ചി കുഴഞ്ഞു വന്നാൽ പൊന്നിട്ട് മൂടിയാലും നിനക്ക് ഡാഷ് കിട്ടൂല. കണ്ണ്, പെണ്ണ്, വിണ്ണ്, മണ്ണ്. 50-50 തരാം. ഓക്കെ, കണ്ണ്, പെണ്ണ്. ഉറപ്പിക്കാവോ? അന്തിക്കള്ളം കുടിച്ച് പാടിക്കൊടുക്കണോ? പാട്ട് പാടിക്കൊടുക്കോ? കേൾക്കാത്ത പാട്ടുണ്ടെന്നാ. അന്തിക്കള്ളം കുടിച്ച് വന്നാൽ അത് പൊന്നിട്ട് മൂടിയാലും നിനക്ക് ഈ ഡാഷിന് കിട്ടൂല. ആ ഡാഷ് എന്താ? കരിമ്പ് നെയ്യാല് മണിയിട്ട. അതന്നെ.
പറ വേഗം പറ വേഗം പറ. അത് കണ്ണല്ല, പെണ്ണ്. തെറ്റാണ്, പെണ്ണ. തെറ്റുത്തരം പറഞ്ഞ സ്ഥിതിക്ക് പണിഷ്മെന്റ് വേണമെങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക്. കൊടുത്തോ നിങ്ങൾ കൊടുക്കൂ. ഞാനാ ഇതോടുകൂടി നമ്മൾ ഈ സെഷൻ അവസാനിച്ചിരിക്കുന്നു. ആണോ? നല്ലൊരു പണിഷ്മെന്റ് ആയിക്കോട്ടെ. എനിക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹം, അതുകൊണ്ട് അങ്ങനെ പണിഷ്മെന്റ് ഒന്നും തരാറില്ല. വേണ്ടല്ലേ? ചേച്ചിനെ പറഞ്ഞു. ചേച്ചി പറഞ്ഞോ? ഇല്ല, സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞില്ല. അവന് പാവം, വിട്ടേക്കാം. ആർക്ക് സ്നേഹം? ഞാനും കേൾ അവളെങ്കിലും ഒരു പെൺകുട്ടിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ ഞാനൊരു സ്ത്രീയാണ്. ഞങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മൾ വളരെ തിരക്കുള്ള ആൾക്കാരാണെന്നറിയാം. മികച്ച കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ബിസി പീപ്പിൾസ് ഒക്കെ നമ്മുടെ ചാനൽ വന്നു. കുറെ നേരം സംസാരിച്ചു. എന്താ? ഇല്ല, കറക്റ്റാണ് പറഞ്ഞത്, കറക്റ്റാണ്. ഉണ്ടാക്കി പറയണത് ഞാൻ എന്നോട് യോജിക്കുന്നു, സത്യം പറഞ്ഞേ. ഓക്കെ, ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇന്റർവ്യൂടെ? അടിപൊളിയാണ്. എന്ത്? അതല്ല, വലിയ അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ, ഇനി ഇന്റർവ്യൂ കിട്ടട്ടെ. മനസ്സിലായി. ആ, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. താങ്ക് യു. നിങ്ങൾക്കൊക്കെ എന്താ അഭിപ്രായം? ബാക്ക് ബെഞ്ചേഴ്സ് ഒന്നും മിണ്ടാതെ പറ. ഇപ്പോഴെങ്കിലും ഒന്ന് വാ തുറക്കൂ പ്ലീസ്. അപ്പൊ എന്തായാലും നമ്മുടെ സെഷൻ വൈൻഡപ്പിലേക്ക് വരികയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എന്നോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഒരൊറ്റ ചോദ്യം. വയസ്സ് വയസ്സെത്ര? പേഴ്സണൽ ചോദിക്കാൻ പാടില്ല. മുടി വിൽക്കണം. അല്ല, ഒറിജിനലാ. ഓക്കെ, താങ്ക് യു. ആ, നിനക്ക് സ്ത്രീവേഷം കെട്ടുമ്പോ ഇത് വേണമെന്ന് വെച്ചിട്ടാണോ? എന്റെ അമ്മയുടെ നമുക്ക് മുട്ട് വരെ മുടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ഭാരാ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നല്ല ഭംഗിയാ. അതെ, മേക്കപ്പ് മാത്രമേ ചോദിക്കും. വൈൻഡപ്പ് ചെയ്ത് ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. വലിയ വലിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സിനിമക്കാർ എല്ലാം ആവട്ടെ, വളരെ ഉയരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.